പരുമല കോളേജിൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടായതിന് ശേഷം ABVPയുടെ ആദ്യത്തെ മീറ്റിംഗ് വിളിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ വന്നിരിക്കാനുണ്ട്. മീറ്റിംഗ് വിളിക്കാൻ ചെട്ടികുളങ്ങര ഭാഗത്ത് നിന്ന് കുറച്ച് പിള്ളേരുണ്ട്. അവരെല്ലാവരും വന്ന് മീറ്റിംഗ് വിളിച്ചു. എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാനും പന്തളം കോളേജിലെ അന്നത്തെ യൂണിറ്റിൻ്റെ ചുമതല ബിനുമോനും അനൂപും എല്ലാമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം. അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഈ ആദ്യം വന്നിരുന്ന സംഖ്യ പിന്നില്ല. ചുറ്റുപാട് SFIക്കാർ ഇങ്ങനെ നടക്കുക. മീറ്റിംഗ് നടക്കുന്നുണ്ട്. വേറെ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ ഒരാളിങ്ങനെ വരും, നോക്കും, പോവും. അടുത്ത ആൾ വരും, നോക്കും, പോവും. അപ്പോൾ ഇത് കുറച്ച് പേരപ്പോൾ എനിക്കൊരു ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ പോകാൻ തുടങ്ങി. എങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങി. ഗേറ്റിൻ്റെ അവിടെ എത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അവർ ഈ കോളേജ് പഠിക്കുന്നവരല്ല, അവർ DYFIക്കാരാണ്. അവർ ചോദ്യം ചെയ്യാൻ പിടിച്ചു. എന്താ വന്നത്, എങ്ങനെയാണ് വന്നത്? അപ്പം നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഇവിടെ 3 പിള്ളേരെ രക്ഷപ്പെടാൻ പുഴയിൽ ചാടിയ കുട്ടികളെ കല്ലെറിഞ്ഞ് തലപൊക്കിയപ്പോൾ ഇഷ്ടികയ്ക്കാണ് എറിഞ്ഞത്. ഇഷ്ടികയ്ക്ക് എറിഞ്ഞിട്ട് ഇവൻ മുങ്ങിയിട്ട് അടുത്ത നീന്തലിന് പൊങ്ങുന്ന സമയത്ത് അവിടുത്തെ കുളിക്കടവിലെ കുളിച്ചുകൊണ്ട് നിന്നൊരു സാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരെ ചീത്ത വളർന്ന് ഓടിച്ചു. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അത് ഒരു കണ്ണിച്ചോരില്ലാത്ത ആളുകളാണ്. അവർ നിന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുക, മേലാൽ ഇവിടെ വരരുത്, അതിഭീകരമായിട്ട് അവർ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഇവരുടെ ഈ സിറ്റുവേഷൻ എത്തുമ്പം ഗേറ്റിന് തൊട്ട് മുമ്പ് എത്തുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇന്ന് നമ്മളിവിടുന്ന് ഈ ഭീഷണി കെട്ടിപ്പോയാൽ പിന്നെ ജന്മത്ത് ഈ പരുമല പമ്പാ കോളേജിൽ കയറാൻ പറ്റില്ല. ഇന്നാണ് ആദ്യത്തെ അവസാനത്തെ ദിവസം, വേണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ദിവസം. ഇന്ന് നമ്മൾ പോകുന്നില്ല, നമ്മളിതിനെ നേരിടും. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ബാക്കി നമുക്ക് പിന്നീട്. അപ്പോൾ നമ്മളവിടുത്തെ സംഘത്തിൻ്റെ ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഭീഷണിയൊക്കെ ആണെങ്കിലും ഞങ്ങളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഞങ്ങളും എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നൊക്കെ ഒരു ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും ഒരു ധൈര്യത്തിനൊക്കെ പറഞ്ഞു പോവുക. ആ ധൈര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ് ഞങ്ങൾ 3 പേരും പറഞ്ഞ് അവിടുന്ന് കടന്ന് പാലം കടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഇനിയും വരാം എന്ന് പറഞ്ഞു. പിറ്റേ മീറ്റിംഗ് വെച്ച് വരണം. ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ ഈ ABVP യൂണിറ്റ് ഇല്ല, തീർന്നു അവിടെ. അങ്ങനെ ആക്കാനാണ്, ഏതാണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് പോലെ ആക്കാനായിരുന്നു പിന്നീട് അവരുടെ ശ്രമം. പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ മാന്നാർ സ്റ്റോർ മുക്കിലൊരു വീട് വാടകയ്ക്ക് എടുത്ത് തരാൻ അവിടുത്തെ ആളുകളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു തുടങ്ങിയപ്പോൾ ഒരാളവിടെ താമസിക്കുമ്പോൾ ഈ കോളേജിലെ കുട്ടികളൊക്കെ അവിടെ വരും. എല്ലാവരും അവിടെ വരും, കുറച്ച് നേരം അവിടെ ഇരിക്കും. ഞങ്ങൾ കുറച്ച് നേരം അവിടെ മുറ്റത്ത്, ഒരു വലിയ വീടാണ്, അവിടെ ആരും താമസമില്ലാത്തൊരു വീടാണ്, മുറ്റമൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം കളിയൊക്കെ ഉണ്ടാവും. അങ്ങനെ കളിച്ചിരിച്ച് ഞങ്ങളൊരു ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖല കൂടി അവിടെ കണ്ടെത്തി. പിന്നെ പിള്ളേർക്ക് സ്ഥിരമായിട്ട് വരും, പിന്നെ പിള്ളേർക്ക് ധൈര്യമായി. അന്നത്തെ തിരഞ്ഞെടുപ്പ് നേരിട്ടത് ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ, നമ്മൾ കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത്, ഇവർക്കറിയാമല്ലോ കുട്ടികളുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ വീടുകളിൽ പോയി ഇലക്ഷൻ ക്യാൻവാസിന്. സാധാരണ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് വീടുകളിൽ പോയി. അന്ന് ബൈക്കില്ല. അന്ന് സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകളോടും BJPയുടെ ഒക്കെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് ബൈക്കും ഇതുമൊക്കെ ഓടിക്കാനറിയാവുന്നവരും ഒക്കെ ആയിട്ട് വന്നു. പിന്നെ ഈ കുട്ടികളിൽ കൊടുത്തു വിടില്ലല്ലോ ഇവരെങ്ങനെ പോകുന്നത്, ഇവരെ ആർക്കും ലൈസൻസും ഇല്ല. പക്ഷേ ഇവർ കൂടെ വന്നു. അങ്ങനെ വീടുകളിലെല്ലാം അപ്പോൾ ഇവർ പുറത്ത് നിൽക്കും, ബാക്കി എല്ലാവരും വീട്ടിൽ കയറി സംസാരിക്കും. സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ആളില്ലെന്ന്. സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പെൺകുട്ടിയിലെ വൈസ് ചെയർമാനായിട്ട് നിൽക്കാൻ ആളില്ല. പിന്നെ തിരുവല്ലയിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ച് അവരുമായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ കുറച്ച് നമ്മുടെ പാർട്ടിയൊക്കെയാണ് അനുഭവമുള്ളവരാണ്. അവരൊക്കെയാണ് മത്സരിച്ച്. അന്ന് നമ്മളവിടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എനിക്കിത് എത്ര ഒരാളോ മറ്റോ ജയിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിനുശേഷം പിന്നീട് അതിന് ഒരു സഹായം ഉണ്ടായത് എല്ലാ ക്യാമ്പസിൽ നിന്നും അവിടുത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ABVPയുടെ പ്രവർത്തകർ സഹകരിച്ചു. ഈ ഒരു മറ്റൊരു പ്രശ്നത്തിൻ്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് എല്ലാവരും വന്നു. അപ്പോൾ ഞങ്ങൾക്കതൊരു പൊതു തിരഞ്ഞെടുപ്പാണ്.
ജീവിതത്തിൽ ആദ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. കാരണം ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും ഇലക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആ ഇലക്ഷനൊക്കെ അവിടെ ഒന്ന് കുറച്ച് പേരൊക്കെ ഇവിടെയൊക്കെ ആക്കി നമ്മൾ വർക്ക് ചെയ്തു. അവരവരുടെ മേഖലയിൽ ആ പരിസരത്തുള്ളവരെ നിങ്ങൾ പരിചയമുള്ളവരെ പോയി കാണണം എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു അടിസ്ഥാനപരമായ വർക്ക് അന്നത്തെ പമ്പ കോളേജിൽ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്ന അത് കഴിഞ്ഞ് അടുത്ത വർഷമായപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വേറൊരു സംഘടനാ സംവിധാനം ഉണ്ടായി. ആ സംഘടനാ സംവിധാനമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് പിന്നെ കൂളായിട്ട് അങ്ങ് പോയി. പക്ഷേ പന്തളം NSS കോളേജിൻ്റെ അതിൻ്റെ അടുത്തായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. RSSൻ്റെ കാര്യാലയം എവിടെയായിരുന്നു, കാര്യാലയത്തിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. പന്തളം NSS കോളേജും പന്തളം പോളിടെക്നിക്ക് ABVPയുടെ ഒരു ABVP അങ്ങ് ജയിച്ച് നിൽക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. നമുക്ക് ആകെയുള്ള റിസ്ക് ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഈ മാഗസിൻ എഡിറ്റർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക, ഉദ്ഘാടനത്തിന് ആളെ കൊണ്ടുവരിക, ഇത്തരം ചില റിസ്ക്കുകളൊക്കെയാണ് നമുക്ക് അന്ന് ടെൻഷനായിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊന്നും പോളിടെക്നിക്കിനെ കുറിച്ച് വലിയ പ്രശ്നമില്ല. പക്ഷെ NSS കോളേജ് അങ്ങനെയല്ല. അതിഭീകരമായ സംഘർഷം നടക്കും. അത് പുറത്തേക്ക് വ്യാപിച്ച് പഴയകാലം ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ പഴയകാലത്തെ അനുഭവം, അതിനെ തുടർന്ന് അവിടെ വൻ കലാപവും വെടിവെപ്പും വരെ ഉണ്ടായിട്ടുണ്ട്. കോളേജിൽ നിന്ന് തുടങ്ങിയ അക്രമത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ അതിശക്തമായ പ്രവർത്തനം അവിടെയും ഞങ്ങൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തു, ഈ വീടുകളിൽ പോവുക എന്നുള്ളത്. പക്ഷേ ആ പ്രാവശ്യം പന്തളം കോളേജിൻ്റെ ഇലക്ഷൻ ചെയർമാൻ ഒഴികെ ബാക്കിയെല്ലാം ABVP വിജയിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പന്തളം കോളേജിൽ വിദ്യാർത്ഥി പരിഷത്ത് യൂണിയൻ ഭരിച്ചെടുക്കുന്നത്. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനത്തിലുള്ള ചില ആളുകളൊക്കെ അന്നത്തെ UUCമാരാണ്, ABVPയുടെ UUCമാരാണ്. അവരൊക്കെ ഇപ്പോഴും പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. തിരിച്ചുണ്ടല്ലോ SFIയുടെ മഹേഷൊക്കെ ഉണ്ട്. മഹേഷൊക്കെ അന്ന് ഏഷ്യാനെറ്റിലും മഹേഷ് പോകുമ്പോൾ മഹേഷ് അവിടെ SFIയുടെ ചുമതലയുള്ള ആളാണ്, ജയിച്ച ആളാണ്. ഈ ABVPയുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ സംഘർഷത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ അന്നുണ്ടായി. അതായത് തല്ലൊന്നും കിട്ടിയില്ല. അതായത് പരുമലയുമായി ബന്ധപ്പെട്ട് സംഘർഷം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? നല്ല സംഘർഷത്തിൽപ്പെട്ട് അത് ലാത്തിച്ചാർജിൽ പോലീസുമായിട്ടുള്ളതിനൊക്കെ ബാക്കി വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ കാലത്ത് ഞാൻ ABVPയുടെ ഫുൾ ടൈം വർക്കറാണല്ലോ. അപ്പം നമ്മൾ ഈ കോളേജിൻ്റെ അകത്ത് ഒരു വലിയ പ്രോഗ്രാമുകൾക്ക് നമ്മളില്ല. ഒരു യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു, അവരോട് കാര്യങ്ങൾ പറയുന്നു, രക്ഷാബന്ധൻ പരിപാടി പങ്കെടുക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ ഇവരുടെ സമരത്തിൻ്റെ ഇടയിലൊക്കെയാണല്ലോ അല്ലെങ്കിൽ പ്രകടനം, ഇത്തരം കാര്യങ്ങൾക്കിടയിലൊക്കെയാണല്ലോ ഈ സംഘർഷം ഉണ്ടാകുന്നത്. പലപ്പോഴും സംഘർഷം ഉണ്ടായി ശേഷം വിളിച്ചു പറയുമ്പോഴൊക്കെയാണ് നമ്മളവിടെ ചെല്ലുന്നത്.